ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്തേ. ഇന്ന് നമ്മൾ നാരായണീയത്തിലെ 41ാമത്തെ ദശകത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എല്ലാ സജ്ജനങ്ങളുടെയും അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. ഈ ദശകത്തെ നമുക്ക് ഭംഗിയായിട്ട് ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കാൻ സാധിക്കട്ടെ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമഃ. നിൽക്കട്ടെ പെറ്റുനോവിൻ കഥ രുചി കുറയും കാലമേറും ചടപ്പും പൊയ്ക്കോട്ടെ കൂട്ടിടേണ്ട മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും. നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും തീർക്കാവല്ലെത്ര യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നേൻ. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ? പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനതാം ആചാര്യനെ കൈ തൊഴുന്നേൻ. ഓം ജനകായ നമ, ഓം ജനയിത്രൈ നമ, ഓം ഗം ഗണപതയേ നമ, ഓം ഗും ഗുരുഭ്യോ നമ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗുരുവായൂരപ്പാ ശരണം. 41ാമത്തെ ദശകത്തിൽ കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞ ഭാഗത്തിൻ്റെ തുടർച്ചയായിട്ടാണ് പറയുന്നത്. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ പറഞ്ഞത് പൂതനാമോക്ഷം എന്ന് പറയുന്ന കഥയാണ്. കംസൻ്റെ ആ ഭൃത്യയായിട്ടുള്ള അല്ലെങ്കിൽ കംസൻ്റെ ആ മന്ത്രിസഭയിലുള്ള ഒരു വ്യക്തിയായിട്ടുള്ള പൂതന എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ ഭഗവാനെ വധിക്കാനായും കൊണ്ട്, ആ അർത്ഥത്തിൽ കംസൻ്റെ കാലനെ വധിക്കാനായും കൊണ്ട് അമ്പാടിയിലേക്ക് വരുന്നു. ആ വന്ന സമയത്ത് ആ ഭഗവാനെ വധിക്കാനായിട്ടാണ് വന്നതെന്ന് വെച്ചാലും ഭഗവാന്റെ കൈകൊണ്ട് വധിക്കപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായാലും കഴിഞ്ഞ ദശകത്തിൻ്റെ ആദ്യത്തിൽ നമ്മൾ പറഞ്ഞു, ആ നന്ദഗോപര് കപ്പം കൊടുക്കാനായിട്ട് മധുരയിലെത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ മിത്രമായിട്ടുള്ള വസുദേവര്, ഭഗവാന്റെ തന്നെ അച്ഛനായിട്ടുള്ള വസുദേവര് അവിടെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ പ്രദേശങ്ങളിലൊക്കെ ആ ശിശുമരണം വല്ലാതെ കേൾക്കുന്നുണ്ട്. അതിന് കാരണം കംസനാണ് എന്നുള്ളൊരു ധ്വനിയുണ്ട്. അപ്പോൾ അവിടെ അങ്ങയുടെ പുത്രൻ ജനിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ആ പുത്രന് ആപത്തൊന്നും ഉണ്ടാവാൻ പാടില്ല, അത് കാരണം വേഗം തിരിച്ചു ചെല്ലൂ എന്നാണ് പറയുന്നത്. ഈ വാക്ക് കേട്ട് ഇവിടെ ഈ ദശകത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നു, ഈ വാക്ക് കേട്ട് തൻ്റെ സുഹൃത്തായിട്ടുള്ള വസുദേവരുടെ ഈ വാക്ക് കേട്ട് ആ ഭഗവാൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിരിക്കുമോ എന്ന് പേടിച്ച് വേഗം തകൃതിയിൽ വരികയാണ് നന്ദഗോപര്. എന്നാൽ അദ്ദേഹം അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ പൂതനാവധം എന്നുള്ള ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞിരിക്കണം. എന്നാലും വേണ്ടില്ല, അദ്ദേഹം ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ആ വഴിമധ്യേ കണ്ടു എന്നാണ്. ചില ഒരു പ്രദേശം അങ്ങോട്ട് എത്തിയപ്പോൾ അവിടെയുള്ള മരങ്ങളൊക്കെ വീണിട്ടുണ്ട്, വേരറ്റങ്ങോട്ട് വീണിട്ടുണ്ട്. എന്താ കാരണം? വലിയൊരു സത്വം, ഒരു കല്ലാണോ അതോ പാറയാണോ മലയാണോ എന്താണെന്നറിയില്ല, അത് വന്ന് വീണിട്ടുള്ളതിൻ്റെ ആഘാതത്തിൽ അവിടെ ചുറ്റുമുള്ള മരങ്ങളൊക്കെ വേറിട്ട് അപ്പുറത്തേക്ക് വീണിട്ടുണ്ട്. ഇപ്പം എന്താണാവോ എൻ്റെ ഗുരുവായൂരപ്പ ഇതെന്ന് വിചാരിച്ച് ആ ഭഗവാനെ തന്നെ മനസ്സിൽ ധ്യാനിച്ചും കൊണ്ട് ഇവിടെ ദാ പറയുന്നു, ഭഗവാൻ എന്തെങ്കിലും തൻ്റെ പുത്രൻ എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ എന്ന് പേടിച്ച് ഭഗവാനെ വിളിച്ചു അല്ലെങ്കിൽ ഭഗവാനെ സ്മരിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും നന്ദഗോപുരം ഇങ്ങനെ ആ ഗോകുലത്തിലേക്ക് എത്തിയ സമയത്ത് അവിടെ മറ്റുള്ള ഗോപന്മാരൊക്കെ നിൽക്കുന്നുണ്ട്. എന്താ ഈ ഗോപസ്ത്രീകൾ പറഞ്ഞു കൊടുക്കുക ഉണ്ടായ സംഭവം? ഞങ്ങൾ ഇത്ര മാത്രമേ കണ്ടുള്ളൂ, അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ, ഞങ്ങളിലൊരാളാണെന്നുള്ള മട്ടിൽ അങ്ങനെ ഒരു സ്ത്രീ അവിടെ നന്ദഗൃഹത്തിലേക്ക് ചെല്ലണത് കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ എന്തൊക്കെയോ ഒരു ഒച്ചയും ബഹളവും കേട്ടപ്പോൾ ഇങ്ങനെതാ ഇപ്പോൾ കാണുന്ന പോലെ ഒരു രാക്ഷസിയുടെ സ്വരൂപം, അതിഭയാനകമായിട്ടുള്ളൊരു സ്വരൂപമാണ് കാണുന്നത്. എന്താ ഉണ്ടായെന്ന് ഞങ്ങൾക്കും അറിയില്ല. ഇത് കേട്ട് നന്ദഗോപർക്കും മറ്റുള്ള ഗോപന്മാരും അതെ, അവരും അതെ അത്ഭുത സ്തബ്ധരായിട്ട് നിന്നുപോയി എന്നാണ് പറയണത്. എന്തായാലും വേണ്ടില്ല, ഈ സത്വം ഇവിടെ ദാ ചത്ത് വീണിരിക്കുന്നുണ്ട്. ഇനി ഇതിനെ ദഹിപ്പിക്കണം, ഈ രാക്ഷസിയുടെ ദേഹം ദഹിപ്പിക്കണം. പക്ഷേ ഒരു സാധാരണ മനുഷ്യൻ്റെ ദേഹമാണ് വെച്ചാൽ 2-3 പേരോ 4 പേരോ 5 പേരോ ചേർന്ന് എടുത്തിട്ട് ദഹിപ്പിക്കാൻ കൊണ്ടുപോകാം. അപ്പം അതല്ല, വലിയ മലയുടെ അത്ര വലുപ്പമുള്ള സ്വരൂപമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ദഹിപ്പിക്കാൻ കൊണ്ടുപോകണമെങ്കിൽ എന്താ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ആയുധങ്ങളൊക്കെ കൊണ്ടുവന്ന്, കുഠാരൊക്കെ കൊണ്ടുവന്ന് വെട്ടി നുറുക്കിയിട്ട് ഈ ദേഹം കൊണ്ടേ ദഹിപ്പിച്ചു എന്നാണ് പറയണത്.
എന്നാൽ ഇത് ദഹിപ്പിച്ചപ്പോൾ ഉണ്ടായ ഒരു ആശ്ചര്യമാണ് ഇവിടെ പ്രത്യേകം പറയുന്നത്. ഈ അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകത ആയിട്ട് വരുന്നത് ഈ ശ്ലോകമാണ്. എന്താ, ഇങ്ങനെ ദഹിപ്പിച്ച സമയത്ത് ഈ ദേഹം, ഈ പിശാചിനി രാക്ഷസിയായിട്ടുള്ള ഈ സ്ത്രീയുടെ ദേഹം ഇങ്ങനെ ദഹിപ്പിച്ച സമയത്ത് സാധാരണഗതിക്ക് തന്നെ ഒരു ശരീരം ദഹിപ്പിച്ചാൽ സുഗന്ധമൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല ഇതൊരു രാക്ഷസി കൂടിയാണ്. ഇങ്ങനെയുള്ള ഈ ഒരു സ്ത്രീയെ പക്ഷെ ദഹിപ്പിച്ച സമയത്ത് ഇവിടെ പറയുന്നു ചന്ദനം, അഖില അല്ലെങ്കിൽ ഗുൽഗുലു ഇത്യാദിയുള്ള ആ സുഗന്ധദ്രവ്യങ്ങളുടെയൊക്കെ അതൊക്കെ ദഹിപ്പിച്ചാൽ ഉണ്ടാവണ എങ്ങനെയാണോ ഗന്ധം ഉണ്ടാവുക, അങ്ങനെ സൗരഭ്യമാർന്ന വളരെയധികം സുഗന്ധമുള്ള ഒരു ഗന്ധം അതാണ് ആ പുകയിൽ നിന്ന് ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഇത് മഹാ ആശ്ചര്യമായി എന്നാണ് പറയുന്നത്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി, ആശ്ചര്യജനകമായിട്ടുള്ള ഈ ഒരു കാര്യം എന്തുകൊണ്ടുണ്ടായിച്ചാൽ മെൽപ്പത്തൂർ പറയുന്നു അതൊരു സൂചനയാണ് എന്നാണ്. അതാ ഭഗവാൻ തന്നെ പറയുന്നത് പോലെ എന്താ, മദംഗസംഗസ്യ ഫലം ന ദൂരേ ക്ഷണേന താവത് ഭവതാമവിസ്യ. എന്താ, എൻ്റെ ദേഹത്തിനോട് സാമീപ്യം വന്നിരിക്കണു ഈ ഒരു ജീവാത്മാവിന്. ഭഗവാൻ തന്നെ പറയുന്നത് പോലെയാ, ആ ഭഗവാനുമായിട്ട് ആരാണോ അടുത്ത് ഇടപഴകണത് അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് ആരാണോ ചെല്ലണത്, ഭഗവാന്റെ സാമീപ്യം ആർക്കാണോ ശ്രദ്ധിക്കുന്നത്, അങ്ങനെയുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഫലം ദൂരമൊന്നും അല്ല എന്നാണ്. ദൂരെയൊന്നും അല്ലാതൊന്നും അതിൻ്റെ അപ്പം തന്നെ കാണാൻ സാധിക്കും. അതിൻ്റെ ഗുണം, അതിൻ്റെ ആ ഒരു ശ്രേഷ്ഠത, മാഹാത്മ്യം അപ്പം തന്നെ കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു കാര്യം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. രാക്ഷസിയായിട്ടും അനേകം കുട്ടികളെ വധിച്ചു, അത്രയും മഹാപാപം ചെയ്തിട്ട് പോലും ആ ഭഗവാന്റെ അടുത്തേക്ക് എത്തി, ആ ഭഗവാൻ അവിടെ സ്തന്യം കൊടുക്കുക എന്നുള്ളൊരു കൃത്യം ചെയ്തു. അതോടുകൂടി പൂതയായി കഴിഞ്ഞിരിക്കുന്നു. പൂത എന്ന് പറഞ്ഞാൽ ശുദ്ധ എന്നർത്ഥം, പരിശുദ്ധ എന്നർത്ഥം. അതുകൊണ്ടാണ് ആ ശരീരം ദഹിപ്പിച്ച സമയത്ത് സുഗന്ധം ഉണ്ടാവാൻ കാരണം എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നു, ഇപ്പം ഈ പൂതനയുടെ കാര്യം പോലെ തന്നെയാണ് ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇനി കാണാം എന്നാണ്. അങ്ങനെ ഒരു സൂചന അതിൽ നിന്ന് തോന്നുമാറാണ് ഈ ഒരു കൃത്യം ഉണ്ടായതെന്നാ. എന്താ, ഇപ്പോൾ പൂതന ഇവിടെ വിരോധ അഭാവത്തോടു കൂടി അല്ലെങ്കിൽ വധിക്കുക എന്നുള്ളൊരു അർത്ഥത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത്. ആ പൂതനയ്ക്ക് ഇവിടെ മോക്ഷം സാധിച്ചു. ഇനി ഈ ഗോപസ്ത്രീകൾ അവർ തൻ്റെ സ്വന്തം ഉണ്ണിയാണെന്നുള്ള മട്ടിലാണ് ഭഗവാനെ ഇനി സ്നേഹിക്കാൻ പോണത്, അല്ലേ, ഓമനിക്കാൻ പോണത്. അങ്ങനെയുള്ള ആ ഗോപസ്ത്രീകൾക്കും ഗോപന്മാർക്കും ഇനി ഉണ്ടാവാൻ പോണ പരമാനന്ദം അത് വർണ്ണിക്കാൻ സാധിക്കില്ല. അത്രയധികം ഭഗവാന്റെ കടാക്ഷം ഉണ്ടാവാൻ പോണ ആൾക്കാരാണ്. അപ്പോൾ ആ ഭഗവാന്റെ സാമീപ്യത്തിനോട് മദംഗസംഗസ്യ ഫലം ന ദൂരെ, ഭഗവാനോട് ആരാണോ അടുക്കണത് അതിൻ്റെ ഫലം, അതിൻ്റെ ഗുണം അത് ദൂരെയൊന്നുമല്ല, ഉടനെ തന്നെ കാണാൻ സാധിക്കും എന്നാണ്. നമ്മൾ ഓരോരുത്തർക്കും ഉള്ള ഒരു സൂചനയാണത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ജീവിതത്തിൽ എത്ര വലിയ പ്രാരബ്ധമായാലും ശരി, ഭഗവാനെ ആശ്രയിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം നമുക്ക് എപ്പോഴും ഉണ്ടാവും എന്നുള്ള ഒരു സൂചനയാണ് ഇതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തായാലും അപ്പോഴും കഴിയണില്ല, അവിടെ എല്ലാവർക്കും ആശ്ചര്യമാണ്, അല്ലേ. ഇതൊരു അസാധാരണമായിട്ടുള്ള സംഭവം തന്നെയാണ്. കാരണം ഇതുവരെ ഗോപന്മാർ ഇങ്ങനെയൊരു സംഭവം ഇതിനു മുൻപ് കണ്ടിട്ടില്ല. അപ്പോൾ ചിലർ പറയുന്നുണ്ട്, എന്നാലും ഈ രാക്ഷസി, ഇത്രയും ഘോരയായിട്ടുള്ളൊരു രാക്ഷസി വന്നിട്ട് നമ്മുടെ ഉണ്ണിയെ കൊല്ലാൻ ശ്രമിച്ചു വെച്ചാലും സാധിച്ചില്ലല്ലോ, അതന്നെ എത്ര വലിയൊരു അത്ഭുതമാണ് ചിലർ പറയുന്നു ഇങ്ങനെയാണെങ്കിലും നന്ദഗോപുരം ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തേണ്ട ആളാ. ആ വസുദേവർക്ക് അത് ആ പറയേണ്ട സമയത്ത് പറയാൻ പറ്റിയല്ലോ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ളത്. അതൊരു വലിയ ആശ്ചര്യമല്ലേ എന്ന് ചിലർ പറയുന്നു. ഇങ്ങനെ ആ നന്ദഗോപുര ഇത്യാദിയുള്ള മറ്റുള്ള ആൾക്കാർ, വ്രജത്തിലെ ആൾക്കാരെന്നാണ് ഉദ്ദേശിച്ചത്, അവർക്ക് ആശ്ചര്യമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായതിൽ. കാരണം എന്താ, അവർ ശുദ്ധ മനസ്കരാ. അവർക്ക് ഈ തെറ്റായിട്ടുള്ള ദുശ്ചിന്തകളോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള രീതിയിലുള്ള ഈ ഈർഷ്യ, മത്സര്യം, ഇങ്ങനെയുള്ള ആ ദുർഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇല്ലാത്ത ആൾക്കാരാ. സാധാരണ മനുഷ്യരെന്ന് പറയില്ലേ, വളരെയധികം ശുദ്ധ മനസ്കരാണ്. അപ്പോൾ അവരിങ്ങനത്തെ സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അവർക്ക് ആശ്ചര്യമായി എന്നാ ഇവിടെ ഒരു സൂചന, ഈ ആശ്ചര്യം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാ ഭഗവാൻ പറയുന്ന പോലെ. ഇനി നമുക്ക് കാണാമല്ലേ, ഓരോരുത്തരായിട്ട് പൂതന ആദ്യത്തെ ആളെന്നേ ഉള്ളൂ. ഇനി ശകടൻ വരും, തൃണാവർത്തൻ വരും, ഭഗൻ വരും, പ്രലംബൻ വരും, വത്സൻ വരും, അരിഷ്ടൻ വരും. ഇഷ്ടം പോലെ ആൾക്കാർ ഇനി അവിടെ ക്യൂ നിൽക്കുകയാണെന്നാണ് പറയണേ. നമ്മൾ ഉണ്ടാവാറില്ലേ ഗുരുവായൂർ ആ നടയിൽ ഭഗവാനെ തൊഴാൻ വേണ്ടിയിട്ട് നമ്മൾ വരി നിൽക്കാറില്ലേ? അങ്ങനെ ഓരോരുത്തർ പോയി നമ്മളിങ്ങനെ കാത്തുക്കും നമ്മുടെ ഊഴ എപ്പോഴാണ് വരിക. അതേപോലെ തന്നെയാണ് ഈ രാക്ഷസന്മാരും. ഓരോരുത്തർക്കും ഓരോ സമയം പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ ഇത്ര പ്രായമാകുമ്പോൾ ഇന്ന ദിവസം ഇന്ന സമയത്ത് നിങ്ങൾക്ക് രംഗപ്രവേശം ചെയ്യാം, ആ സമയത്ത് നിങ്ങളുടെ ഊഴ എപ്പോഴാണ്, അപ്പോൾ നിങ്ങൾക്ക് മോക്ഷം കിട്ടും. അതേപോലെയാണ് ഓരോരുത്തരും അവരവരുടെ ഊഴം കാത്തുക്കുക. അപ്പോൾ എന്താ, ഈ ഗോപന്മാർക്കും ഗോപസ്ത്രീകൾക്കും ഈ ആശ്ചര്യം വർദ്ധിക്കാൻ പോണേ ഉള്ളൂ എന്നർത്ഥം. എന്തായാലും അവിടെ ആശ്ചര്യം മാത്രമല്ല വർദ്ധിച്ചത്, ഐശ്വര്യവും വർദ്ധിച്ചു എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. എന്താ, ദിനേ ദിനേഥ പ്രതിവൃദ്ധ ലക്ഷ്മീന, ദിവസം ചെല്ലും തോറും ഗോകുലത്തിലെ ആ ഐശ്വര്യം,
സമ്പത്ത് ലക്ഷ്മി വർദ്ധിച്ചു വന്നു എന്നാണ് പറയണേ. അതിലും ആശ്ചര്യപ്പെടാനൊന്നുമില്ല. കാരണം എന്താ, അവിടെ രംഗപ്രവേശം ചെയ്തിട്ടുള്ളത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ പത്നിയാണ് ലക്ഷ്മി ദേവി. ആ പതി എവിടെയാണോ അവിടെയാണ് ലക്ഷ്മി ദേവി ഉള്ളത്. അപ്പോൾ ഒരു അത്ഭുതവും വേണ്ടാന്നാ, അവിടെ ഓരോ ദിവസം ചെല്ലും തോറും സകല വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ആ ഗോകുലത്തിൽ വർദ്ധിച്ചു വന്നു. കാരണം ഭഗവാൻ തന്നെയാണ് ഈ ഗോകുലത്തിനെ തൻ്റെ വാസസ്ഥലമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഗോകുലത്തിൽ ലക്ഷ്മി വർദ്ധിച്ചിട്ടില്ലെങ്കിലല്ലേ അത്ഭുതം. നമ്മൾക്ക് ഓരോരുത്തർക്കും അതേ ഒരു സൂചനയാണ്. നമ്മൾ പല കാര്യങ്ങളും പല രീതിയിലും സമ്പത്ത് വർദ്ധിപ്പിക്കാനും സമ്പത്ത് നേടാനും വേണ്ടിയിട്ട് പല മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ട് അല്ലേ. ശരിക്കും നമ്മൾ എന്താ വേണ്ടത്, നമ്മളുടെ കർമ്മം ചെയ്യണം കേട്ടോ. കർമ്മം ചെയ്താൽ തന്നെ അതിൻ്റെ ഗുണം ഉണ്ടാവുള്ളൂ. സ്വധർമ്മം ആരാധനം അച്യുതസ്യ എന്നാണ്. പക്ഷെ കർമ്മം ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മുടെ മനസ്സ്, നമ്മുടെ ആ സമ്പത്തായാലും സർവസ്വമായാലും നമ്മുടെ ഹൃദയമായാലും നിക്ഷിപ്തമാവേണ്ടത് ഭഗവാനിലാണെന്നാണ് കാണിക്കുന്നത്. ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ലക്ഷ്മി സ്വാഭാവികമായിട്ട് പോന്നോളും. ലക്ഷ്മിയെ വേറെ ആരാധിക്കേണ്ട ആവശ്യമില്ല. ലക്ഷ്മിയുടെ പതിയാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാനെ ആരാണോ ആരാധിക്കുന്നത് അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവണം. നിങ്ങൾ ധനം മാത്രമാവും ആഗ്രഹിച്ചിട്ടുണ്ടാവുക, പക്ഷെ ധനം മാത്രമല്ല, ലക്ഷ്മി എന്ന് പറഞ്ഞാൽ അനേകം വിധത്തിലുള്ള ലക്ഷ്മി ഉണ്ട് അല്ലേ. ഇപ്പോൾ ധാന്യലക്ഷ്മി എന്ന് പറയുന്നു, സന്താനലക്ഷ്മി എന്ന് പറയുന്നു, ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്നു, ഭൂലക്ഷ്മി, അനേകം രീതിയിലുണ്ട് ഐശ്വര്യം എന്ന് പറയണത്. നിങ്ങൾ ഒരു കാര്യത്തിൽ മാത്രമാണ് ലക്ഷ്യമിട്ടിട്ട് നിങ്ങൾ ആരാധിക്കുന്നുണ്ടാവുക. പക്ഷേ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ആ ഭഗവാന്റെ കടാക്ഷം ഉണ്ടെങ്കിൽ വന്നു ചേരും എന്നാണ് ഇവിടെ നമുക്ക് തെളിവ് കാണുകയാണ് ഗോകുലത്തിൽ. ദിവസം ചെല്ലും തോറും അവിടെ ഐശ്വര്യം വർദ്ധിച്ചു വന്നു എന്ന് പറയുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 2-3 ശ്ലോകം കൊണ്ട് ആ ഗോപസ്ത്രീകളുടെ ഒരു ആനന്ദം, ആ ആനന്ദ ഉത്സവത്തിനെ കുറിച്ചാണ് പറയുന്നത്. നോക്കൂ, 1 വയസ്സ് പോലും പ്രായമാവാത്തൊരു ഉണ്ണി, അത് ഭഗവാൻ തന്നെയാണ് ഉണ്ണിയായിട്ട് ജനിച്ചിട്ടുള്ളത്. അത്രയും കോമള സ്വരൂപൻ, ഓമനത്തം തുളുമ്പണ ആ രൂപം, ആ മുഖം അല്ലേ. ഭഗവാന്റെ മുഖത്തേക്ക് ആ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ണെടുക്കാൻ തോന്നില്ല. ഗോപസ്ത്രീകളുടെ അവസ്ഥ പറയുന്നുണ്ട്, അവർക്ക് സ്വന്തം ഗൃഹങ്ങളിൽ നിൽക്കാൻ താല്പര്യമില്ല എന്നാ. ഇപ്പം എല്ലാവരും വേഗം എന്താ വെച്ചാൽ പണിയൊക്കെ തീർന്ന് വേഗം ഓടിയെത്തും യശോദാഗൃഹത്തിലേക്ക്. എന്തിനാ? ആ ഉണ്ണിയെ കാണണം, ആ ഉണ്ണിയെ വാത്സലിക്കണം, ഉണ്ണിയെ ഓമനിക്കണം, ആ ഉണ്ണിയെ കയ്യിലെടുക്കണം, പാല് കൊടുക്കണം, ഇതൊക്കെ തന്നെ ഇവർക്ക് ചിന്ത ഉള്ളൂ എന്നാ. അപ്പോൾ വീട്ടിൽ എന്താ വെച്ചാൽ കൃത്യങ്ങൾ എന്താ വെച്ചാൽ വേഗം എന്താ വെച്ചാൽ തീർത്ത് കഴിഞ്ഞിട്ട് ഇവർ ഓടി വരുന്ന ആ ഭഗവാന്റെ കൂടെ സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട്. അത്രയും മാധുര്യം ആ തുളുമ്പണ സ്വരൂപത്തോടു കൂടി അവരെയൊക്കെ ആനന്ദിപ്പിച്ചും കൊണ്ട് ഭഗവാൻ അവിടെ വളർന്നു വരുന്നു എന്നാണ് പറയുന്നുണ്ട്. ചില ഗോപസ്ത്രീകൾ അവരവരുടെ ആ ഒരു ആനന്ദം അല്ലെങ്കിൽ ആശ്ചര്യമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതാ ഉണ്ണി എന്നെയാണ് നോക്കണത്, അതാ എന്നെ നോക്കി ഉണ്ണി ചിരിച്ചു അല്ലേ, എൻ്റെ കയ്യിലേക്ക് വരൂ എന്നൊക്കെ നമ്മൾ കാണാറില്ലേ. നമ്മൾ സ്വന്തം കുട്ടികളായാലും ശരി, മറ്റുള്ള കുട്ടികളായാലും ശരി, അത്രയും ചെറിയ കുട്ടികളോട് നമുക്ക് തോന്നുന്ന ഒരു ഓമനത്വം സാധാരണ ബാലന്മാരോടും ബാലികമാരോടും അങ്ങനെ തോന്നുന്നു വെച്ചാൽ സാക്ഷാൽ ഭഗവാനെ തന്നെ ഓമനിക്കാൻ സാധിച്ച അവരുടെയൊക്കെ ഒരു ഭാഗ്യം ചിന്തിച്ചു നോക്കൂ ഗോപസ്ത്രീകളുടെ. അങ്ങനെ അവർക്കാണെങ്കിൽ മതിയാവണില്ല എന്നാ. എത്ര നേരം ഭഗവാന്റെ കൂടെ ചെലവഴിച്ചാലും പോരാ, പിന്നെയും വേണം. അങ്ങനെയാണ് ഭഗവാന്റെ ഒരു പ്രത്യേകത, അത് ഭക്തിയുടെ ഒരു പ്രത്യേകതയാണ്. ഭഗവാനോട് എത്ര അധികം സാമീപ്യം വരണോ അത് പിന്നെയും വർദ്ധിക്കണം എന്ന് നമുക്ക് ആഗ്രഹം തോന്നുന്ന. അത് മറ്റുള്ള കാര്യങ്ങളോടും അങ്ങനെ തന്നെയാട്ടോ. ഇപ്പോൾ ഭഗവോന്മുഖമല്ലാതെ പ്രാരബ്ധ രീതിയിലുള്ള കാര്യങ്ങളോടായാലും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു കാര്യം എന്നും ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെയും അത് ചെയ്യണം തന്നെയാണ് നമുക്ക് തോന്നുക. അപ്പോൾ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഭഗവോന്മുഖമായിട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ, മനസ്സിന് എപ്പോഴും സമാധാനം ഉണ്ടാവും. ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം, കടാക്ഷം നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ അത് വേണമെന്ന് തീരുമാനിക്കണം നമ്മളത് കുറച്ച് ചെയ്താൽ മതി. പിന്നെ നമുക്ക് തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ആഗ്രഹം വന്നു തുടങ്ങും. ഇവിടെ ഗോപസ്ത്രീകളുടെ കാര്യം പറയുന്നത് അതാണ്. കുറച്ച് നേരം നിൽക്കുമ്പോഴേക്കും കുറച്ച് നേരം കൂടി നിൽക്കണം തോന്നും, അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി നിൽക്കണം തോന്നും. ഭഗവത് കഥകൾ കേൾക്കുമ്പോൾ അങ്ങനെയല്ലേ, ഗുരുവായൂർ തൊഴാൻ പോകുമ്പോൾ അങ്ങനെയല്ലേ. ഏറ്റവും നമുക്ക് റിലേറ്റബിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ, ഗുരുവായൂർ പോയി തൊഴുതു കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടി തൊഴണം. ആ വരിയൊക്കെ നിന്ന് മണിക്കൂറുകളോളം നിന്നിട്ട് ഉള്ളിൽ പോയിട്ട് തൊഴുതു കഴിഞ്ഞാൽ പുറത്തിറങ്ങി ആദ്യം എന്താ തോന്നുക, ഇനി ഒന്നും കൂടി എപ്പോഴും അങ്ങനെ തൊഴാൻ പറ്റുക അല്ലേ. ആ ഒരു ആനന്ദം, അതിൻ്റെ പ്രത്യേകതയാണത്. നമ്മൾ എത്ര ചെയ്യണോ, എത്ര പ്രദക്ഷിണം വെക്കണോ, എത്ര നമസ്കരിക്കണോ, എത്ര നാമം ചൊല്ലണോ, അത് പിന്നെയും വർദ്ധിപ്പിക്കാനാണ് നമുക്ക് ആഗ്രഹം ഉണ്ടാവുക. നമ്മുടെ മനസ്സിന് ആ രീതിയിലാണ് പിന്നെ ചിന്ത ഉണ്ടാവുക, ആസക്തി ഉണ്ടാവുക എന്നാണ് കാണിക്കുന്നത്. എന്തായാലും ആ ഗോപസ്ത്രീകൾക്ക് ആസക്തി ഉണ്ടായത് ഭഗവാനിലായത് അവരുടെ മഹാഭാഗ്യം. കാരണം അവരുടെ ജീവൻ അവിടെ മുക്തായി, അവർ രക്ഷപ്പെട്ടു. ആ ജീവാത്മാവ് അവിടെ പരമാത്മാവിലേക്ക് എത്താനുള്ള ആ ടിക്കറ്റ് അവിടെ കൺഫേം ആയി എന്നർത്ഥം. എന്തായാലും പിന്നെ പറയുന്നുണ്ട്,
ഈ ഭഗവാനെ ഒരു ഗോപികയുടെ കയ്യിൽ നിന്ന് അടുത്ത ഗോപികയുടെ കയ്യിലേക്ക് ഇങ്ങനെ മാറി മാറി എടുത്തുകൊണ്ടിരിക്കുകയാണേ. ഇങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റേയാളുടെ അപ്പോഴേക്ക് മറ്റേയാൾക്ക് തിടുക്കായി എടുക്കാൻ ഇങ്ങനെ എടുത്ത് അപ്പോൾ അവിടെ ആ മേൽപ്പത്തൂർ വളരെ ഭംഗിയായിട്ടൊരു ഭാവന കാണിച്ചു തരുന്നു. ഈ താമര, നല്ല ചുവന്ന തുടുത്ത ഒരു താമര, അതിൻ്റെ ഒരു ഇതളിൽ നിന്ന് അടുത്ത ഇതളിലേക്ക് പറന്ന് തേൻ ആസ്വദിക്കണ ഒരു വണ്ടിനെ പോലെയാണോ ഭഗവാൻ എന്ന് നമുക്ക് തോന്നിപ്പോവും എന്നുള്ള രീതിയിൽ അവിടെ കവിയുടെ ഭാവന. എന്തായാലും അവസാനത്തെ ശ്ലോകത്തിൽ പിന്നെ പറയുന്നു, ഇങ്ങനെയൊക്കെയുള്ള ആ ഗോപസ്ത്രീകളിൽ ഏറ്റവും ഭാഗ്യവതി ആരാ? എന്താ സംശയം? ഭഗവാന്റെ അമ്മ, ആ മാതൃസ്ഥാനം, അമ്മ എന്നുള്ള ആ ഒരു സ്ഥാനം അലങ്കരിക്കാൻ സാധിച്ച യശോദാദേവിയിലെ എത്ര കവികൾ പാടിയിരിക്കണു അല്ലേ? ആ യശോദാദേവിയുടെ ഭാഗ്യം, അതിൻ്റെ മുന്നിൽ വേറെ ഒന്നുമില്ല. അങ്ങനെയുള്ള യശോദാദേവി, ആ ഭഗവാന് സ്തന്യം കൊടുക്കാൻ സാധിക്കണ അമ്മ. അങ്ങനെ സ്തന്യം കൊടുക്കുന്ന സമയത്ത് പാലൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഭഗവാന്റെ ഒരു പുഞ്ചിരി ഉണ്ടെന്നാ. അല്ലെങ്കിൽ തന്നെ ഭഗവാന്റെ മന്ദഹാസത്തിൽ സകലതും അലിഞ്ഞു പോണു ഭക്തന്മാരുടെ. ആ പാല് കുടിച്ചു കഴിഞ്ഞ് തൃപ്തനായും കൊണ്ട് ആ ഉണ്ണിയായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു പുഞ്ചിരി അത് കണ്ട് ആസ്വദിക്കാൻ സാധിക്കണു ആ യശോദമ്മയ്ക്ക്. ഇനി ആ യശോദമ്മയ്ക്ക് ഈ ലോകത്തിൽ എന്താ ഇനി കിട്ടാനുള്ളത്? സകലതും കിട്ടിയ ആ ഒരു ഭാഗ്യം, അല്ലെങ്കിൽ ആ ഒരു സൗഭാഗ്യം, ആ ഒരു സകല പ്രാരബ്ധങ്ങളും ആ അമ്മയുടെ അവിടെ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങളും ആ അമ്മയ്ക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയൊരു ജന്മം ആ അമ്മയ്ക്കില്ല. കർമ്മച്ചങ്ങലയിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു യശോദമ്മ. ആ ഒരു ഭാഗ്യം, ഭഗവാനെ ആ കയ്യിലെടുത്ത് പാല് കൊടുത്ത് ഭഗവാനെ എടുത്ത് ഉറക്കി പാട്ട് പാടി, ഒരു അമ്മയ്ക്ക് എങ്ങനെയൊക്കെയാണോ ഒരു കുട്ടിയെ അവിടെ ശുശ്രൂഷിക്കാൻ സാധിക്കുന്നത്, അത് മുഴുവൻ ഈ ലോകത്തിനെ മുഴുവൻ പരിപാലിക്കണ ആ ഭഗവാനെയാണ് അതിന് സാധിക്കുന്നത് ആ യശോദമ്മയ്ക്ക്. ആലോചിച്ച് നോക്കൂ, ഇതിലുപരി ഒരു ഭാഗ്യനി ഇല്ല. അങ്ങനെയുള്ള ഹേ ഗുരുവായൂരപ്പ, യശോദമ്മയ്ക്ക് ആ ഒരു ഭാഗ്യം കൊടുത്ത ഹേ ഗുരുവായൂരപ്പ, അടിയൻ്റെ രോഗങ്ങളും മാറ്റി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മേൽപ്പത്തൂര് ഈ ദശകം ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കുന്നത്. നമുക്കും യഥാശക്തി ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് ഈ അധ്യായം ചൊല്ലി സമർപ്പിക്കാൻ ശ്രമിക്കാം. ഹരേ. വ്രജേശ്വര ശൗരിവചോ നിശമ്യ സമാവ്രജന്നധ്വനി ഭീതചേതാ നിഷ്പിഷ്ട നിശേഷതരും നിരീക്ഷ്യ കഞ്ചിത് പദാർത്ഥം ശരണം ഗതസ്ത്വാം നിശമ്യ ഗോപീവചനാദുദന്തം സർവ്യപി ഗോപാ ഭയവിസ്മയാന്ധാ ത്വൽപാതിതം ഘോരപിശാചദേഹം ദേഹുർവിദൂരെ അഥ കുഠാരകൃത്തം त्वत्पीतपूतस्तनतच्छरीरात् समुच्चलन्नुच्चतरो हि धूम शङ्कामदादागरवः किमेष किं चान्दनो गौल्गुलवोऽथ वेति मदङ्गसङ्गस्य फलं न दूरे क्षणेन तावद्भवतामपि स्यात् इत्युल्लपन् वल्लवतल्लजेभ्य त्वं पूतनामातनुताः सुगन्धिं चित्रं पिशाच्यानहतः कुमार चित्रं पुरैवाकथिशौरिणेदम् इति प्रशंसन् किल गोपलोको भवन्मुखालोकरसेन्यमाङ्क्षीत् दिने दिने अथ प्रतिवृद्धलक्ष्मीरक्षीण माङ्गल्यशतो व्रजोऽयं भवन्निवासादयि वासुदेव प्रमोदसान्द्रपरितो विरेजे गृहेषु ते कोमलरूपहासमिथः कथा सङ्कुलिता कमन्य वृत्तेषु कृत्येषु भवन्निरीक्षा समागता प्रत्यहमत्यनन्दन् अहो कुमारो मयि दत्तदृष्टि स्मितं कृतं मां प्रतिवत्सकेन एह्येहि मामित्युपसार्य पाणी त्वयीश किं न कृतं वधूभिः भवद्वपुस्पर्शनकौतुकेन करात्करं गोपवधूजनेन नीतस्त्वमाताम्रसरोजमालाव्यालम्बिलोलम्बतुलामलासी निपाययन्ती स्तनमङ्गगं त्वां विलोकयन्ती वदनं हसन्ति दशां यशोदा कथमां न भेजे सतादृश पाहि हरे गदान्मां गुरुवायूरप्पा शरणम्.